കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ മനോഹര ഭൂമിക ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സംസ്കാരവും വിശ്വാസവും ഇഴചേർന്ന പുണ്യഭൂമിയാണ്. ഓരോ കുന്നിൻ മുകളിലും പുഴയുടെ തീരത്തും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആരാധനാലയങ്ങൾ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ പലതും കേവലം ആരാധനാ കേന്ദ്രങ്ങൾ എന്നതിലുപരി കേരളീയ വാസ്തുവിദ്യയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും വിളക്കുമാടങ്ങൾ കൂടിയാണ്. അത്തരത്തിൽ കേരളത്തിന് തെക്കേയറ്റത്ത് പ്രകൃതി രമണീയമായ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരു പുണ്യസ്ഥലമാണ് ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പകർപ്പ് എന്ന നിലയിൽ സ്ത്രീകളുടെ ശബരിമല എന്ന ഓമന പേരിൽ ഈ ക്ഷേത്രം പ്രശസ്തി ആർജിച്ചു. ചടയമംഗലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ഈ നാമത്തിൻ്റെ ഉത്ഭവം തന്നെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജടായുമംഗലം എന്ന വാക്കിൽ നിന്നാണ് ചടയമംഗലം എന്ന പേരുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമായണത്തിൽ സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണനുമായി ധീരമായി യുദ്ധം ചെയ്ത ജടായു എന്ന പക്ഷിരാജന് മോക്ഷം ലഭിച്ച സ്ഥലം ഇതാണത്രേ. ഈ ചരിത്ര പശ്ചാത്തലം തന്നെ ചടയമംഗലത്തിന് ഒരു അമാനുഷിക പരിവേഷം നൽകുന്നു. ഈ ഭൂമികയിൽ ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ മതവിഭാഗങ്ങൾ സൗഹൃദത്തോടെ ജീവിക്കുന്നു. ഈ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ചടയമംഗലം നിലകൊള്ളുന്നു. ഇത്തരമൊരു സാംസ്കാരിക ഭൂമികയിലാണ് കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നത്. ഈ ക്ഷേത്രോത്സവങ്ങൾ പ്രദേശവാസികൾക്ക് മതഭേദമന്യേ ആഘോഷിക്കാനുള്ള അവസരം കൂടിയാണ്. ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിരൂപമായി നിലകൊള്ളുന്നു എന്നതാണ്. കേരളത്തിലെ ഭക്തജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ശബരിമല ദർശനത്തിൻ്റെ അതേ അനുഭൂതിയും ആചാരപരമായ പൂർണ്ണതയും നൽകുന്ന ഒരു കേന്ദ്രമായി ഇത് മാറി. സ്ത്രീകളുടെ ശബരിമല എന്ന വിളിപ്പേര് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഈ ക്ഷേത്രത്തിലെ നിർമ്മാണ രീതിയും ആചാരാനുഷ്ഠാനങ്ങളും ശബരിമല ക്ഷേത്രത്തിന് സമാനമാണ്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ ഒന്നാണ് 18-ാം പടി. ഈ പടികൾ കയറിയാണ് ഭക്തർ അയ്യപ്പനെ ദർശിക്കാൻ എത്തുന്നത്. കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലും ഇതേപോലെ 18 പടികളുണ്ട്. ഈ പടികൾ സ്വർണം പൂശിയതാണ്. വിശേഷ ദിവസങ്ങളിൽ പടിപൂജകളും ഇവിടെ നടത്തപ്പെടുന്നു. ശബരിമലയിൽ ഇരുമുടിക്കെട്ടുമായി മാത്രം കയറാൻ അനുവാദമുള്ള 18-ാം പടി ഇവിടെയും അതേ പ്രാധാന്യത്തോടെ നിലനിർത്തുന്നു. പ്രധാന പ്രതിഷ്ഠ കുഞ്ഞയ്യപ്പ സ്വാമിയാണ്. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പനെ ഇരിക്കുന്ന രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത് ധ്യാനനിമഗ്നനായ അയ്യപ്പന്റെ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശബരിമലയിലെ ആചാരപരമായ ക്രമം പിന്തുടർന്ന് ഇവിടെയും ഉപദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മാളികപ്പുറത്തമ്മയും ഗണപതിയും ഇവിടുത്തെ പ്രധാന ഉപദേവതകളാണ്. ശബരിമലയിൽ എന്ന പോലെ ഇവിടെയും ഭക്തർ ഇരുമുടിക്കെട്ടുമായി എത്തിച്ചേരുന്നു. പുണ്യപാപങ്ങളുടെ ചുമടുകളായ ഇരുമുടിക്കെട്ടുകളുമായി ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് 18-ാം പടി ചവിട്ടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തനതായ ആത്മീയ അനുഭവമാണ്. ശബരിമലയിൽ നട തുറക്കുന്നതിന് ചില ചിട്ടകളുള്ളപ്പോൾ കുഞ്ഞയ്യപ്പ ക്ഷേത്രം എല്ലാ ദിവസവും ഭക്തർക്കായി തുറന്നിരിക്കുന്നു. ഇത് ദക്ഷിണ കേരളത്തിലെ അയ്യപ്പ ഭക്തർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഏത് സമയത്തും ഭഗവാനെ ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നു. കുഞ്ഞയ്യപ്പ ക്ഷേത്രം ആചാരപരമായ കണിശതയ്ക്ക് പേരുകേട്ടതാണ്. ഓരോ ഭക്തനും തൻ്റെ ദുഃഖനിവാരണത്തിനും മോക്ഷത്തിനും വേണ്ടി ആശ്രയിക്കുന്ന ഒരു അഭയസ്ഥാനമാണിത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവം മകരവിളക്ക് മഹോത്സവമാണ്. ശബരിമലയിലേതുപോലെ മകരസംക്രമ നാളിൽ ഇവിടെയും പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കും. മകരവിളക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായി തിരുവാഭരണം എഴുന്നള്ളത്തും നടക്കും. ഇത് ഭക്തിയുടെയും ആചാരപരമായ പാരമ്പര്യത്തിൻ്റെയും ഒരു കാഴ്ചയാണ്. മകരവിളക്ക് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് പേട്ടതുള്ളൽ. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പേട്ടതുള്ളലും കെട്ടുകാഴ്ചയും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. ശബരിമലയിൽ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ നടത്തിയ നൃത്തത്തെ അനുസ്മരിച്ചാണ് ഈ ചടങ്ങ്. മകരവിളക്ക് ദിനത്തിൽ പ്രത്യേക പൂജകൾ, ചടങ്ങുകൾ, ദീപാലങ്കാരം എന്നിവ നടത്തുന്നു. അന്നേ ദിവസം ഭഗവാന്റെ ദർശനം സർവ്വപാപഹരമായി കണക്കാക്കുന്നു. മണ്ഡലകാലത്തോടനുബന്ധിച്ച് 41 ദിവസവും ഭക്തർക്ക് ഇരുമുടി കെട്ടേന്തി ഭഗവാനെ ദർശിക്കാൻ ഇവിടെ കഴിയാറുണ്ട്. അതുകൂടാതെ ശബരിമലയിൽ നടക്കുന്ന എല്ലാവിധ അനുഷ്ഠാനങ്ങളും, മകരവിളക്കിന് തലേന്നുള്ള പമ്പാ സദ്യ, മകരവിളക്ക് സമയത്ത് ആകാശത്ത് തെളിയുന്ന മകരജ്യോതി, പേട്ട, ഇതെല്ലാം എങ്ങനെയാണോ ശബരിമലയിൽ നടക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തിരുവാഭരണ ഘോഷയാത്ര ഉൾപ്പെടെ ശബരിമലയിൽ നടക്കുന്ന എല്ലാവിധ ആചാരങ്ങളും അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ അമ്പലത്തിൽ കൊണ്ടാടപ്പെടുന്നത്.
സ്വർണം പൂശിയ 18 പടികൾ നടത്തുന്ന പടിപൂജ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഭക്തർ ഇത് നടത്തുന്നു. ഉപദേവതയായ മാളികപ്പുറത്തമ്മയ്ക്ക് പ്രത്യേക പൂജകൾ നടത്തുന്നത് ഇവിടെ പ്രധാനമാണ്. ശബരിമലയിലെ പ്രധാന വഴിപാടായ നെയ്യഭിഷേകം ഇവിടെയുമുണ്ട്. നെയ്യ് നിറച്ച തേങ്ങയുമായി ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർ അഭിഷേകത്തിനായി നെയ്യ് സമർപ്പിക്കുന്നു. ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം കലിയുഗവരദനും കാരുണ്യവാനുമായ ശ്രീ കുഞ്ഞയ്യപ്പ ഭഗവാൻ കുടിയിരിക്കുന്ന ഒരു പുണ്യസ്ഥാനമാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദുഃഖനിവാരണത്തിനായി ആശ്രയിക്കാവുന്ന ഒരു അഭയസ്ഥാനം. ഭഗവാൻ അയ്യപ്പന്റെ ബാലരൂപമാണ് കുഞ്ഞയ്യപ്പൻ. ശബരിമലയിൽ അയ്യപ്പന്റെ പൂർണ്ണരൂപം കുടികൊള്ളുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ ബാല്യഭാവം ദർശിക്കാൻ കഴിയുന്നു. ഈ ഭാവം ഭക്തർക്ക് വാത്സല്യത്തിന്റെയും നിഷ്കളങ്കതയുടെയും ഒരു അനുഭവം കൂടിയാണ്. ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് 18 പടി ചവിട്ടുമ്പോൾ ഭക്തന്റെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തിയും ശരണാഗതിയും വർദ്ധിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നു. ഈ ക്ഷേത്രം പ്രദേശവാസികളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനവും ചെലുത്തുന്നു. ഉത്സവകാലത്തും അല്ലാത്തപ്പോഴും ക്ഷേത്രത്തിൽ വിവിധ ആത്മീയ സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ട്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നു. കഥകളി, ഓട്ടൻതുള്ളൽ, ശാസ്ത്രീയ സംഗീതം, നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ഉത്സവ സമയത്തെ വൈദ്യുത ദീപാലങ്കാരം ക്ഷേത്രത്തിന് വർണ്ണശബളമായ രൂപം നൽകുന്നു. ഇത് ഭക്തരെയും പ്രദേശവാസികളെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ വലിയ തോതിൽ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇത് വിവിധ പ്രദേശങ്ങളെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പാലമായി വർത്തിക്കുന്നു. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിന്റെ അടുത്താണ് പ്രശസ്തമായ ജടായുപാറ. ഇത് ക്ഷേത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ജടായുപാറ ഒരു ചരിത്ര സ്ഥലവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഒരേ സമയം ഭഗവത് ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പ്രകൃതിയുടെ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവുമുള്ള ജടായുപാറയും സന്ദർശിക്കാൻ സാധിക്കുന്നു. ജടായുവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ചടയമംഗലത്തിന് ഒരു പൗരാണിക ബന്ധം നൽകുന്നുണ്ട്. ഈ പുരാണ പശ്ചാത്തലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് കൂടുതൽ ആത്മീയമായ അനുഭൂതി നൽകുന്നു. നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജടായു ശില്പമായിട്ടുള്ള ജടായുപാറയുടെ സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ജനുവരി 14 ശബരിമലയിലെ മകരവിളക്ക് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന ഉത്സവം. ആ മകരവിളക്ക് ദിവസം ഇവിടെ ജനലക്ഷങ്ങളാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെയും സമീപ പ്രദേശത്തു നിന്നും വന്നെത്തുന്നത്. ശബരിമലയിലെ ആചാരങ്ങളെയും നിർമ്മാണത്തെയും ഇത് അനുസ്മരിക്കുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്രം അതിൻ്റെതായ പാരമ്പര്യവും പ്രാധാന്യവും നിലനിർത്തുന്നുണ്ട്. വർഷം മുഴുവൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്തർക്കും ദർശനം സാധ്യമാകുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ ഇത് ശബരിമലയിൽ നിന്ന് വ്യത്യസ്തമാണ്. കൂടാതെ ഇവിടെ പ്രദർശിച്ചിരിക്കുന്നത് ബാല്യഭാവത്തിലുള്ള കുഞ്ഞയ്യപ്പ സ്വാമിയെയും. ശബരിമല തീർത്ഥാടനത്തിന് സമാനമായി ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ വർഷം മുഴുവൻ ദർശനം തുറന്നിരിക്കുന്നതിനാൽ വ്രതമില്ലാതെ സാധാരണ ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ഇവിടെ സാധ്യമാണ്. എങ്കിലും ശബരിമലയുടെ അതേ ആത്മീയ അനുഭവം തേടുന്നവർ വ്രതശുദ്ധിയോടെയാണ് ഇവിടെ എത്തുന്നത്. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം കേരളീയ ഹൈന്ദവ ആരാധനാലയങ്ങളുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അർഹിക്കുന്നു. ഇത് കേവലം ശബരിമലയുടെ ഒരു പ്രതിരൂപം എന്നതിലുപരി ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാദേശികമായ ഒരു വിളക്കുമാടമാണ്. ശബരിമല ദർശനത്തിന് പോകാൻ സാധിക്കാത്തവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അയ്യപ്പനെ ദർശിക്കാനും ആചാരങ്ങൾ പാലിക്കാനും കഴിയുന്ന ഒരു സൗകര്യപ്രദമായ കേന്ദ്രം എന്ന പ്രാദേശിക ആവശ്യകത ഈ ക്ഷേത്രം നിറവേറ്റുന്നു. ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് യാതൊരു വിധമായ നിയന്ത്രണങ്ങളുമില്ലാതെ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ശ്രീ കുഞ്ഞയ്യപ്പ ഭഗവാനെ വണങ്ങാവുന്നതാണ്. എന്നാൽ 18 പടി ചവിട്ടുന്ന കാര്യത്തിൽ ശബരിമലയിലെ പോലെ തന്നെ ഇവിടെയും വ്രതം നിന്ന് വരുന്ന ഭക്തജനങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരുമുടിക്കെട്ടുമായി 18 പടി ചവിട്ടുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്ന ആത്മീയമായ ഉണർവ് വളരെ വലുതാണ്. ഈ ക്ഷേത്രം ഭക്തന്റെ ദുഃഖങ്ങൾ അകറ്റി ആത്മീയ വളർച്ച നേടാൻ സഹായിക്കുന്ന ഒരു വേദിയാണ്. ശബരിമലയുടെ പാരമ്പര്യങ്ങളും ആചാര്യങ്ങളും അതേപടി സംരക്ഷിക്കാനും വരും തലമുറയിലേക്ക് കൈമാറാനും ഈ ക്ഷേത്രം സഹായിക്കുന്നു.
ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം വിശ്വാസികളുടെ മനസ്സിൽ കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയുടെ കാരുണ്യവും അനുഗ്രഹവും ഈ ക്ഷേത്രത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നു. ശബരിമലയുടെ ആത്മീയ അനുഭവം വർഷം മുഴുവൻ പ്രാദേശികമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ഷേത്രം ഒരു വലിയ അനുഗ്രഹമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ജടായുപ്പാറയുടെ സാമീപ്യവും ശബരിമലയുടെ പാരമ്പര്യവും സമന്വയിക്കുന്ന ഈ ക്ഷേത്രം ഒരു ഉജ്ജ്വലമായ പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്നു. ഓരോ ഭക്തനും ഈ 18-ാം പടി ചവിട്ടുമ്പോൾ, ശരണമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ അവർ അനുഭവിക്കുന്ന ആത്മീയ നിർവൃതി ഈ ക്ഷേത്രത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാന സാക്ഷ്യമാണ്. ശബരിമലയിലെ പുരുഷാധിപത്യപരമായ തീർത്ഥാടന സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സ്ത്രീകൾക്ക് അയ്യപ്പ ദർശനത്തിൻ്റെ ആചാരപരമായ പൂർണ്ണത നൽകുന്ന സ്ത്രീകളുടെ ശബരിമല എന്ന ഈ സങ്കേതം കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് വിശ്വാസവും പാരമ്പര്യവും എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്.